ഹലോ, ഇതൊരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറിയാണേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പം, പുട്ട്, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണേ. ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 1/2 അവർ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനൊപ്പ്. ഇത്രയും ചേരുവകൾ ബീഫിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. സ്പൈസസ് ഒന്നും ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ, കാരണം നമ്മളിനി കറി വെക്കുന്ന സമയത്തും ഇതുപോലെ സ്പൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുക. ഇതും ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഈ സമയത്ത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നാലും ഇതിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. എല്ലാ മിശ്രിതങ്ങളും ചേർത്ത് ബീഫിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഇനി കറിക്ക് ആവശ്യമായ മറ്റു ചേരുവകൾ: ഒരു മീഡിയം ടൈപ്പ് സവാള ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ചു. പിന്നെ കുറച്ച് പച്ചമുളകും ചതച്ചെടുത്തു. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് കുക്കർ അതിലേക്ക് വെച്ചു. കുക്കറിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കർ നന്നായി ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവാൻ കുറച്ച് സമയം കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ എണ്ണയിൽ കിടന്ന് നന്നായി മൂക്കണം. ഉലുവ മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുറച്ചായി ചേർക്കാം. എന്നിട്ടത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വാടി അതിൻ്റെ പച്ചമണമെല്ലാം പോയി ഒരു വെന്ത സ്മെല്ല് വരണം. സവാള ഇങ്ങനെ നന്നായിട്ട് വെന്താൽ മാത്രമാണ് നല്ല കുറുകിയ ഗ്രേവി കിട്ടുള്ളൂ. പെട്ടെന്നാവുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് തന്നെ ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് ലോക്കൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചാൽ മാത്രം മതി. കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ അതിലുള്ള ആ ചൂട് കൊണ്ട് സവാള ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതൊന്ന് നന്നായിട്ട് ഇളക്കി നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അതുപോലെ തന്നെ മൂടി ഒന്ന് വയ്ക്കാം. ഇനി വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ സവാളയിലേക്കും പിടിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് അടുപ്പ് മാറ്റി നോക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഈ പറയുന്നത് 1/2 കിലോ ബീഫിൻ്റെ കാര്യമാണ്. നിങ്ങൾ എത്ര ബീഫ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള മസാലകൾ ചേർക്കണം. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബീഫ് മസാല. ഇനി എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ സാദാ മുളക് പൊടി കൂടി ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചേർക്കുന്നത്. മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് വേവുന്നതിന് വേണ്ടി അത് അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് നോക്കി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ഇനി അതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേവുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാതിരുന്നത് കൊണ്ടാണ് കാണിക്കാതെ പോയത്. സവാള ഇട്ടുടനെ കൂടെ ഉപ്പിടുന്നതാണ് നല്ലത്. അതാവുമ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് പറ്റും.
ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കാം. എനിക്ക് ഒരു 5 വിസിലോളം വേണ്ടി വന്നു ഈ കുക്കറിൽ ബീഫ് വേവുന്നതിനായിട്ട്. വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കുക്കർ പതുക്കെ തുറക്കാം. ഇപ്പം നല്ല ഗ്രേവിയോട് കൂടിയ കുറുകിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.